ഇബാദത്ത് കടമ നിർവഹണത്തിന്റെ ഭാഗമായി ചെയ്യരുത്. ലദ്ദത്ത് കൊണ്ട്, മധുരം കൊണ്ട്, ഹലാവത്ത് കൊണ്ട്, ടേസ്റ്റ് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ ഇമാമിങ്ങൾ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്ന്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴി സുന്നത്തുകൾ പരമാവധി എടുക്കലാണ്. ഒരാൾ നല്ല ഷെയ്ഖാണോ അല്ലയോ എന്ന് നോക്കാനുള്ള മാനദണ്ഡം അതന്നെ. സുന്നത്ത് എടുക്കുന്നുണ്ടോ നോക്കിയാൽ മതി. സുന്നത്തുകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് അയാളെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമാണ്. മഹാനായ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ ആഫിയത്തൊക്കെ പറ്റപ്പോയി. ഖാദിമിനെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വിളിച്ചു. എന്നിട്ട് വുളു എടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. മുൻകൈ കഴുകി കൊടുത്തു, വായിൽ വെള്ളം കൊപ്പിളിച്ചു, മുഖം കഴുകി. കൈ കഴുകാൻ പോകുമ്പോൾ അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു ഖാദിമിൻ്റെ കൈ അങ്ങ് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഞാൻ ഇന്നേ വരെ എൻ്റെ നീണ്ട താടിയായ കാലം മുതൽ മുഖം കഴുകുമ്പോൾ വിരലുകൾ ഇടയിൽ താടിയിലേക്ക് കയറ്റിയിട്ട് ചിക്കകറ്റൽ എന്ന സുന്നത്ത് ഒരു തവണ പോലും എൻ്റെ വുളുവിൽ ഒഴിവാക്കിയിട്ടില്ല. മരിക്കുന്നതിൻ്റെ ലാസ്റ്റത്തെ വുളുവിൽ അത് ഒഴിവാക്കാൻ പാടില്ല. കൈ കഴുകാനായിട്ടല്ല മോൻ, ഇത് ഒന്ന് ചിക്ക കറ്റിത്തരൂ, സുന്നത്ത്. അതാണ് സുന്നി എന്ന് പറയുന്നത്. പരമാവധി സുന്നത്തുകളെ അവർ ജീവിതത്തിൽ കൊണ്ടു നടന്നു. അതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരുടെ അടയാളം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ചെയ്യുന്ന നന്മകൾ പരമാവധി പതിവാക്കാൻ നോക്കണം. ഒരു പ്രഭാഷണത്തിൻ്റെ ആവേശത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സദസ്സിൻ്റെ ആവേശത്തിലോ ആയിട്ട് എന്തെങ്കിലും ഏറ്റെടുത്ത് ചെയ്യുന്നതിന് പകരം ചെയ്യുന്നത് എത്ര കുറവാണെങ്കിലും സ്ഥിരം ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഒരു ബക്കറ്റ് വരുന്നുണ്ട്, വെള്ളം കോരാനല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ധാരാളം സ്വതക്ക ചെയ്യണം. സ്വതക്ക ചെയ്താൽ ഈമാനോടെ മരിക്കും എന്ന ഹദീസിലുണ്ട്. അള്ളാഹു നമ്മുടെ ഒക്കെ മരണം ഈമാനോടാക്കി തെരുമാറാവട്ടെ. രണ്ടാമത്തെ അനുഗ്രഹം, അധിക പേരും പരാജയപ്പെട്ടു പോകുന്ന രണ്ടാമത്തെ അനുഗ്രഹം അൽ ഫറാഗ്. സമയത്തെ കൃത്യമായി ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഈ ഹദീസ് ഈ തലമുറയാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. സോഷ്യൽ മീഡിയ കാലത്ത് സമയത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത കാലം. ഒരു താരം ബൂട്ടിടുന്നത്, വേറൊരു താരം ബൂട്ടഴിക്കുന്നത്, വേറൊരു താരം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്, ഇങ്ങനെ ടിക്ടോക്കും മറ്റും കണ്ടിട്ട് കാലം കളയുന്ന തലമുറ. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്. അധിക പേരും ആഖിറത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് സമയത്തിന് വില കൽപ്പിക്കാത്തത് കൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളം എന്ന് അറിയോ? ആൾക്ക് സമയത്തിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടാവും. നൂറുൽ ഉലമ എം.എ. ഉസ്താദ് നമുക്കതിന് മാതൃകയാണ്. ആരെങ്കിലുമൊക്കെ പോയാൽ ആവശ്യം കഴിഞ്ഞാൽ എം.എ. ഉസ്താദ് ഉടനെ ചോദിക്കും, വേറൊന്നുമില്ലല്ലോ എന്ന്. അതിൻ്റെ അർത്ഥം നമ്മളെ രണ്ടാളെയും സമയം കളയണ്ടല്ലോ എന്നാണ്. ഖലമുൽ ഇസ്ലാം കോടമ്പൂർ ഉസ്താദ് സമയത്തിൻ്റെ പ്രാധാന്യം ചുമരിന് എഴുതിയതും അതിന് തന്നെയാണ്. സക്കരിയ അൻസ്വാരി റഹിമുള്ള, നവവി ഇമാം റഹിമുള്ള ഒക്കെ ആ ശീലക്കാരായിരുന്നു. ആരെങ്കിലൊക്കെ കാണാൻ വന്ന ഒരു കിതാബ് എടുത്തു കൊടുക്കും. കിതാബ് തിരിയാണെങ്കിൽ കണ്ടവർ നോക്കിയാൽ ഇവർക്കും കൂലി കിട്ടുമല്ലോ. ഇല്ലെങ്കിൽ ദ ഹിന്ദു പത്രം, ഇംഗ്ലീഷ് പത്രം, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത ആൾ ചിത്രം നോക്കിയിട്ട് പോകുന്ന പോലെ അയാൾ പോകുമല്ലോ ആ അർത്ഥത്തിൽ. നമ്മളിങ്ങനെ ഗൾഫിലുള്ള ആളോട് വാട്സപ്പിൽ ഹായ് ഉറങ്ങുന്നില്ലേ, എങ്ങനെ ഉറങ്ങലേ ചോദിച്ചാൽ സമയത്തിന് വിലയില്ലേ. അള്ളാന്റെ പരിഗണന നഷ്ടപ്പെട്ടു. മിൻ അലാമത്തി ഇറാദില്ലാഹി തആല, അള്ളാഹ് ഒരാൾക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ, പരിഗണന നഷ്ടപ്പെടുത്തിയതിൻ്റെ അടയാളാണ് അവൻ വേണ്ടാത്ത കാര്യത്തിൽ ഇങ്ങനെ വ്യാപൃതരാവുക എന്ന് പറയുന്നത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ ഇസ്ലാമിൽ വന്നിട്ട് നന്നായി എന്ന് പറയണമെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നൊക്കെ മാറിയിരിക്കണം. നമുക്ക് മെയിൻ പണി ബാക്കിയുള്ള ആളെ സ്റ്റാറ്റസ് നോക്കുക, എൻ്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കീന്ന് നോക്കുക. എന്തൊരു പൊട്ടത്തരാണ് ഇതല്ലോ.
സ്പീഡിൽ വണ്ടിയെടുത്ത് പോകുമ്പോൾ ഇന്ന ട്രെയിനിനാണ് പോകേണ്ടത്, ട്രെയിന് നോ ഡിലേ എന്നാണ് ആ വേർ ഈസ് മൈ ട്രെയിനിലെ ആപ്പിൽ കാണിക്കുന്നതും. നമ്മളിപ്പം ഈ സമയത്ത് ഇപ്പം കോഴിക്കോട് റെയിൽവേയിലേക്ക് ഓടി എത്തുകയും ചെയ്യില്ല. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ അടുത്ത് ഒരു ട്രാഫിക്കിൽ കുടുങ്ങി. സെക്കൻഡുകൾക്കാണ് ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യുന്നത്. 30 സെക്കൻഡ്, 29, 28, 27. ഈ 30 സെക്കൻഡ് ഭയങ്കര വിലയില്ലല്ലേ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ 100 ആളെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ 100 × 30 സെക്കൻഡ്. ഒന്ന് കണക്കൂട്ടി നോക്ക്. സമയത്തിന് വിലയില്ലാത്ത സമുദായമാണ് നമ്മളിപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുരന്തം അതാണ്. ആഖിറത്തിലെത്തിയാൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് സമയം കളഞ്ഞതിൻ്റെ പേരിലായിരിക്കും എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരാൾ മരിക്കുന്ന സമയത്ത് എന്താ അള്ളാഹിനോട് പറയല്? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. കുറച്ച് സമയം തരുമോ? കുറച്ചെന്ന് വെച്ചാൽ 1 മണിക്കൂറൊന്നും തരാൻ കഴിയില്ല. അരമണിക്കൂറാ? 1 മിനിറ്റാങ്കിൽ 1 മിനിറ്റ് ഇല്ല, കിട്ടൂല. അര മിനിറ്റ് ഇല്ല, 1 സെക്കൻഡ് ഇല്ല. ഖരീബ്, അര സെക്കൻഡെങ്കിലും തരുമോ? അര സെക്കൻഡ് കൊണ്ട് എന്ത് ഒരു അള്ളാന്നെങ്കിലും പറയാലാ. ഒരു അര സെക്കൻഡ് ആണെങ്കിൽ അര സെക്കൻഡ് ഒന്നും നന്നാൻ വേണ്ടിയിട്ടാണ്. മരിക്കുന്ന സമയത്ത് കെഞ്ചി നോക്കും. പക്ഷേ അള്ളാന്റെ കണക്ക് വന്നാൽ ആ സമയത്ത് പിന്നെ വേറെ ഡിലേ ഇല്ല. റോഡിലൂടെ പോകുന്ന ബൈക്ക് യാത്രക്കാരൻ്റെ തലയിലേക്ക് റോഡിൻ്റെ സൈഡിൽ നിന്നുള്ള പ്ലാവിൽ നിന്നുള്ള പഴുത്ത ചക്ക വീഴുന്നു, മരിക്കുന്നു. അത് നമ്മൾ കുറേ ടെൻഷൻ അടിച്ചിട്ടും വെറുതെ കമൻറ്റ് ബോക്സിൽ കുറച്ച് സ്പീഡ് കുറച്ചിരുന്നെങ്കിൽ, കുറച്ച് സ്പീഡ് കൂട്ടിയിരുന്നെങ്കിൽ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അള്ളാന്റെ കണക്ക് വന്നാൽ ഇറ്റ് വിൽ ബി ഡൺ. അത് സംഭവിക്കും. അന്ന് നമ്മൾ സമയത്തിന് വേണ്ടി കെഞ്ചി നോക്കും. അപ്പുറത്തെ കിടക്കയിൽ കിടക്കുന്ന ആൾക്ക് നടുവേദന കൊണ്ട് പൊളയുന്നു, ഇപ്പുറത്തെ കിടക്കയിൽ കിടക്കുന്ന ആൾ ശ്വാസം കിട്ടാതെ മരിക്കുന്നു. ശ്വാസം അന്തരീക്ഷത്തിലില്ലേ? ഓക്സിജൻ ഉണ്ട്. അപ്പുറത്താക്ക് കിട്ടുന്നുണ്ടല്ലോ, കിട്ടുന്നുണ്ട്. ഇയാൾക്കെന്താ കിട്ടാത്ത? അള്ളാന്റെ കണക്ക് വന്നു. അത് വേറെ മെഷീൻ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടല്ല, അള്ളാന്റെ കണക്ക് വന്നു, അയാൾ മരിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇനി ഒരാൾ സ്വർഗത്തിലെത്തിയെന്ന് വിചാരിച്ചോ, സ്വർഗത്തിൽ ടെൻഷൻ ഇല്ല. അഥവാ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അയാൾ സമയം കളഞ്ഞതിനെ കുറിച്ചാണ് ടെൻഷൻ അടിക്കുക. അലി റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. നരകത്തിലെത്തിയാൽ അയാൾ എന്താ അള്ളാഹുവിനോട് പറയാ? റബ്ബനാ അഖ്രിജ്നാ, അല്ലോ എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് പുറത്തെടുക്കോ. എന്തിനാണ്? നഅമൽ സ്വാലിഹാ, നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അത് വെറുതെ എത്രയോ കാലം ജീവിതം ദുനിയാവിൽ തന്നിട്ട് നന്നായിട്ടൊന്നുമില്ലല്ലോ, അടിച്ചു പൊളിച്ച് തിമിർത്താടി അങ്ങനല്ലേ ജീവിച്ചത്? അല്ല, ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ട് ചെയ്ത പോലത്തെ തെറ്റൊന്നും ഞാൻ ചെയ്യില്ല, ഞാൻ നന്നായിക്കോളാം റബ്ബേ. അപ്പൊ പണ്ടെന്താ നന്നാവാതിരുന്നേ? അത് അള്ളാഹ് എനിക്കറിയാലോ. ഞാൻ അരീക്കോടുന്ന് 38-ാം വയസ്സിൽ ആക്സിഡൻ്റായി മരിച്ചു. അങ്ങനെ പോസ്റ്റ്മോർട്ടം. ഓ, നീ അയാളെന്നല്ലേ ആശ്വര. അപ്പോൾ അതുകൊണ്ട് അല്ല, ഞാൻ 38-ാം വയസ്സിൽ അങ്ങനെ പെട്ടെന്ന് മരിച്ചുകൊണ്ടൊക്കെ ഒന്നും നന്നാവാൻ കഴിയില്ല. ഓ, അങ്ങനെ പറയണത്. 38 വയസ്സ് തന്നത് കുറഞ്ഞു പോയി, അത് നന്നാ. അള്ളാഹ് പറയാ, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. എടാ മോനെ, 36 വയസ്സുള്ള ചുണക്കുട്ടികൾ ആയിരക്കണക്കിനാളതാ സ്വർഗത്തില്. എനിക്ക് 38 കിട്ടിയേ, 36 വയസ്സുള്ള ആളതാ സ്വർഗത്തില്. പിന്നെ അടുത്ത ഒരു പെണ്ണെന്തോ പറഞ്ഞെ, എന്ത് 28-ാം വയസ്സിൽ മരിച്ചോണ്ട് മരിച്ചു, അങ്ങനെ അല്ലേ? 24 വയസ്സുള്ള പെൺകുട്ടികൾ അതാ സ്വർഗത്തില്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. നന്നായ ആൾക്കാര് നന്നായ അതേ പ്രായം നിങ്ങൾക്കും ആ പ്രായം തന്നില്ലേ? നിങ്ങൾ അന്നൊക്കെ ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പ് 12:36, 11:35, 1:38 ഇങ്ങനെ ഓരോ രാത്രിയും തിമിർത്താടി. ഒരു ഫിഫ വേൾഡ് കപ്പ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നിർത്തിയില്ല, അടുത്തതിലേക്ക് കടന്നു. കാലം അങ്ങനെ തീർത്തതല്ലേ? ഫദൂഖൂ, അനുഭവിക്കൂ, നരകത്തുനിന്ന് പുറത്തു പോകലില്ല.
ഏറ്റവും കൂടുതൽ ആഖിറത്തിൽ ടെൻഷനാവുന്നത് സമയം കളയുന്നതിനെ കുറിച്ചാണ്. എൻ്റെ ചെറുപ്പക്കാരികളെ എത്രയാ ഫോണിൽ ഇങ്ങനെ സമയം കളയുന്നത്? എന്താ മക്കളെ നിങ്ങളിത് നോക്കി തീർക്കുന്നത്? ഒരു നടൻ്റെ ഡ്രസ്സ്, ഒരു നടിയുടെ ഡ്രസ്സ്, ഇങ്ങനെ സെലിബ്രേറ്റഡ് ആയ സ്പോർട്സ് താരങ്ങളുടെ ഷൂ, അതിൻ്റെ ലേലത്തിൻ്റെ വില, അല്ലെങ്കിൽ ഇന്ന സ്റ്റേഡിയത്തിന് എത്ര പൈസ ചെലവായി, ഖത്തറിൽ എത്ര വേൾഡ് കപ്പിൻ്റെ താരങ്ങൾക്ക് ക്യാഷ് കിട്ടി, ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഓരോ സെക്കൻഡും ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ ഒരു കാലം മുന്നോട്ട് വെക്കാൻ പറ്റൂല. അല്ലാഹ് എത്ര ഓഫർ തന്നു, അതല്ലേ അല്ലാഹു ചോദിക്കുന്നത്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഖുർആനിലെ ഏറ്റവും പേടിക്കേണ്ട ആയത്താണിത്. ഈ ആയത്ത് കേൾക്കുമ്പോൾ ഇമാമിങ്ങൾ കരഞ്ഞുപോയി, ബോധം കെട്ട് വീണുപോയ മഹാന്മാരുണ്ട്. നന്നായ ആൾക്കാർ പലരും നന്നായത് നിനക്ക് തന്ന അതേ പ്രായം ഉപയോഗിച്ചിട്ട് തന്നെയല്ലേ. ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മരം കിട്ടും. 2 എണ്ണം ചൊല്ലിയാൽ 2 മരം, 3 എണ്ണം ചൊല്ലിയാൽ 3 മരം. 1 ചൊല്ലാൻ 2 സെക്കൻഡ്. വേറൊരാളുടെ സ്റ്റാറ്റസ് പരതുമ്പോൾ 15 മരങ്ങൾ സ്വർഗത്തിലേക്ക് വാങ്ങാം. സ്വർഗത്തിലെ മരം കിട്ടുമെന്ന് പറഞ്ഞാൽ നരകത്തിൽ കിടത്തിയിട്ട് മാങ്ങ കൊടുത്തേക്കലല്ല, ചക്ക കൊടുത്തേക്കലല്ല. 2 അർത്ഥമാണ്. 1 ഈമാനോടെ മരിക്കും, 2 സ്വർഗം കിട്ടും. വെറും 10 കുലുഹു അല്ലാഹു ഡെയിലി ഓതിയാൽ സ്വർഗത്തിലൊരു വീട് കിട്ടും. സ്വർഗത്തിലെ വീടെന്ന് പറഞ്ഞാൽ ഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ യുറാ ളാഹിറുഹാ മിൻ ബാത്തിനഹാ. സ്വർഗത്തിലെ കൊട്ടാരങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്ന രമ്യഹർമ്മങ്ങളാണ്. വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യന് ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത ഔട്ട് ഓഫ് ഇമാജിനേഷനായ സ്വർഗം. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന സുഖമാണ് സ്വർഗത്തിലെങ്കിൽ സ്വർഗത്തിന് എന്ത് ടേസ്റ്റാണ് ഉള്ളത്? സ്വർഗത്തിൻ്റെ ചിത്രം കറക്റ്റ് നമുക്ക് തന്നെ അറിയാമെന്ന് വിചാരിച്ചോ. 400 സ്ക്വയർ ഫീറ്റ്, പിന്നെ ജർമ്മൻ മാർബിൾ, അത് ഇവിടുന്ന് തന്നെ എടുത്താൽ പോരെ, പിന്നെ സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സുഖം തന്നെ എന്താണെന്നറിയാ? ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഇമാജിനേഷൻ എന്നുള്ളതാ. ചിന്തിച്ചാൽ തിട്ടപ്പെടുത്താൻ പറ്റുന്നതല്ല സ്വർഗം. ആ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നരകത്തിൽ കടത്തിയിട്ട് വാടക കൊടുത്തേക്കല സ്വർഗത്തിലെ കൊട്ടാരത്തിന്റെ അല്ല. ഈമാനോടെ മരിക്കും, സ്വർഗത്തിലെത്തും. അതിനെന്തേ വേണ്ടു? ഡെയിലി 10 ഇഖ്ലാസ് സൂറത്ത്. ഒരു ദിവസം എത്ര സെക്കൻഡ് ഉണ്ട്? 86,400 സെക്കൻഡ് ഉണ്ട്. അതിൻ്റെ മലയാളമാണ് 24 മണിക്കൂർ. ഈ 24 മണിക്കൂർ അഥവാ 86,400 സെക്കൻഡുകളിൽ 2 മിനിറ്റേ കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് 10 എണ്ണം ഓതാൻ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, 20 എണ്ണം ഓതിയാലോ? 2 വീട് കിട്ടും. നമ്മളാണ് പരലോകത്ത് ഇങ്ങനെ വിധികർത്താക്കളെങ്കിൽ നമ്മളും പറയൂലേ, 24 മണിക്കൂർ 48 കൊല്ലം ഡെയിലി കിട്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഇഖ്ലാസ് ഓതാൻ ഒരിക്കൽ കൊടുക്കണ്ടാണ്. നമ്മൾ തന്നെ പറഞ്ഞു. ഈ ചങ്ങായി 12-15 ഓനിക്ക് എന്തല്ല ആപ്പ് ഈ ഫോണിൽ, ഇൻസ്റ്റ, സ്നാപ്പ് ചാറ്റിങ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, എന്തെല്ലാം. ചില കുട്ടികൾ ജുമാലം കഴിഞ്ഞിട്ട് സ്പീഡിൽ പോകുന്നുണ്ടാവുമായിരിക്കും. അംബാനിമാരോടായിട്ട് എന്തോ കരാറിൽ ഒപ്പിടാറ്റാണ് പോകാനാ ബുർജ് ഖലീഫയിൽ നിന്ന്. എടുത്തേക്ക് പോണത്? എൻ്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കാനാ പോകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് എന്താ അവിടെ എന്നറിയാം. അത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നുണ്ട്, അദ്ദുന്യാ സഅ ഫജ്അൽഹാ ത്വഅ. അതാണ് നമ്മളെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ്. അദ്ദുന്യാ സഅ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയങ്ങളാ മോനെ. ഫജ്അൽഹാ ത്വഅ, നീ അത് ഇബാദത്താക്കി മാറ്റൂ. ഓരോ സെക്കൻഡും. ആഖിറത്തിൽ ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല എന്ത്, റബ്ബേ എനിക്ക് സ്വർഗത്തിലേക്ക് പണിയെടുക്കണം എന്നുണ്ടായിന്, എന്നിട്ട് ഇപ്പം എന്താ പണിയെടുക്കാതിരുന്നത്? അത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ് ഉണ്ട്, ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, വിശുദ്ധ ഖുർആനുണ്ട്, എന്തെല്ലാം ഉണ്ട്. 24 മണിക്കൂറിനുള്ളിൽ നമുക്കൊരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ ഹദ്ദാദ് അല്ലെങ്കിൽ കഴിയും. ആ ഹദ്ദാദ് അല്ലാൽ കാഫിറായിട്ട് മരിക്കൂലെന്ന് ഉറപ്പല്ലേ? അതെ. എന്നിട്ട് അമ്മ ചൊല്ലോ,
അദ്ദുന്യാ സഅ ഫജ്അൽഹാ ത്വഅ. മഹാനായ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഖാലിദ് ബിൻ മഅദിൻ എന്ന് പറയുന്ന മഹാന് വഫാത്തായപ്പോൾ ഓരോ വിരലിങ്ങനെ അനങ്ങുന്നുണ്ട്. വഫാത്തായി വിരൽ അനങ്ങുന്നുണ്ട്. എന്തേ? പഴയ തസ്ബീഹ് ചൊല്ലിയ ശീലത്തിൽ ഡെയിലി 40,000 തസ്ബീഹ് ചെല്ലുന്ന മഹാൻ. നമ്മളാറ്റം മരിച്ചിട്ട് വിരലനങ്ങിയാൽ ഉടനെ നോക്കൽ ഫോണായിരിക്കും. എല്ലായിടും മരിക്കുമ്പോൾ ഫോൺ ഇവിടെ വെച്ച്, ചെറിയ ഫോൺ മേശമേൽ വെച്ച് വലുതെടുത്തോ. നിസ്കരിച്ചതിന് ശേഷം ഫോണ് ചില ആളിൽ നിസ്കരിക്കുന്നതിൻ്റെ അവിടെ ചില ആൾക്കാരെല്ലാം കാണാം. പള്ളിയിൽ കയറിയാൽ ചാറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ സഫിൽ വന്നിട്ട് ഒരു 3 മിനിറ്റ് ജസ്റ്റ് വാറ്റ് 3 മിനിറ്റ് കറക്റ്റ് ഓന് കണ്ടീഷൻ ആക്കിയിട്ടാണ് 3 മിനിറ്റ് ജസ്റ്റ് സ്കാരം കഴിഞ്ഞാൽ ഉടനെ OTP മെസ്സേജ് വന്നിനാന്ന് നോക്കുന്നതാണ്. ഉറങ്ങുമ്പോൾ ഫോണ്, ഉറങ്ങി എണീച്ചാൽ ഫോണ്. എന്താ മക്കളെ, നമുക്കൊരു മാറ്റം വരണ്ടേ? എന്തിനാ നമ്മൾ വയലിന് വരുന്നത്? കമൻറ്റ് ബോക്സ് നിറക്കാനാ? ഇപ്പം കമൻറ്റ് ബോക്സാണ്. എത്രാം മജ്ലിസ് എന്നുള്ളതാ ഇപ്പോഴത്തെ ചർച്ച. എത്രാം മജ്ലിസ്? നമ്മളെ കുറച്ചും കൂടി നമ്മളിലേക്കൊന്ന് ഇറങ്ങി നോക്കൂ. ഞാൻ എന്തിനാ ഇപ്പം ജീവിക്കുന്നത്? നമ്മൾ ചെയ്യേണ്ട ഇബാദത്ത് വേറെ ആരും ചെയ്യൂല. ഞാൻ കോഴിക്കോട് ചെന്നൈ മേലിന് അഥവാ ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ 3 സംഘടനാ ലീഡേഴ്സ് അവിടെ വന്നിട്ട് കൂട്ടാൻ വന്നു. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ബാക്കിയുള്ളവർക്ക് അസൂയ ഇല്ലാണ്ട് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. പിന്നെന്താ ആമീൻ പറയാതെ? ഒരാൾക്ക് ബർക്കത്ത് കിട്ടി, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതൊരു സംഘടനയല്ലേ, അതൊരു സഅയല്ലേ? വേണമെങ്കിൽ എന്നെ കൊണ്ടാക്കാനും പോകും. വെസ്റ്റ് കോസ്റ്റ് ട്രെയിനിന് പോകണമെങ്കിൽ വേണം കൊണ്ടാക്കും, കൂട്ടുകയും ചെയ്യും അല്ലേ? പക്ഷെ അതേസമയത്ത് ഇന്നത്തെ എൻ്റെ തബാറക സൂറത്ത് ഓതാൻ ലോകത്ത് ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഉണ്ടാവുമോ? എൻ്റെ വിത്തിറിസ്കരിക്കാൻ വേറെ ആരെങ്കിലും വരുമോ? ഇല്ല. ഞാൻ ചെയ്യേണ്ട ഇബാദത്ത് ഞാൻ തന്നെ ചെയ്യണം. അതാരും ഇല്ല മനുഷ്യന്മാരെ. വേണമെങ്കിൽ അവിടെ വെച്ച് ഫുഡ് വേറെ ആരെങ്കിലും കഴിക്കും. അതേ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഇബാദത്ത് ഉസ്താദിന് തീരെ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് ഉസ്താദിന് വേണ്ടി ഞാൻ 10 സലാത്തല്ല ആരെങ്കിലും പറയോ? ഇല്ല.